അല്ല, തീർച്ചയായിട്ടും ഈ ശ്രീ കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും തുടർഭരണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് കൂടുതൽ ആവേശം യു ഡി എഫിന് വോട്ട് ചെയ്യാനുണ്ടാകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും ഒടുവിൽ മനസ്സിലായിരിക്കുകയാണ്. കാരണം തുടർഭരണമെന്നും പിണറായി വിജയൻ്റെ വികസന രേഖ എന്നും പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ വികസനത്തിനുള്ള വിലയിരുത്തൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ജനം ഓടി വന്ന് യു ഡി എഫിന് വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം അത്രമേൽ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം ആഞ്ഞടിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ മൂന്നാമതൊരു സ്ഥാനാർത്ഥി ഏതാണ്ട് 20,000-ഓളം വോട്ടുകൾ പിടിച്ചു മാറ്റിയിട്ട് പോലും അവിടെ കഴിഞ്ഞ പ്രാവശ്യം 81,000 വോട്ട് പിടിച്ച CPM 66,000-ലേക്ക് കൂപ്പുകുത്തിയത് നമ്മൾ കണ്ടതാണ്. ഇനി അതുമാത്രമല്ല, നിലമ്പൂരിൽ ഒരു പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ തന്നെ ആകെ 100 വോട്ടിനാണ് പിന്നിൽ പോയത്. അതും CPM-ൻ്റെ ശക്തി കേന്ദ്രമാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലുള്ള ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഒന്ന്, CPM-ന് അവതരിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, ഇപ്പോൾ CPM-കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, 140 മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കാൻ പറ്റിയ ബ്രഹ്മാസ്ത്രമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ M സ്വരാജ് എന്നുള്ളതായിരുന്നു ഇവരുടെ വാക്കുകളും നോക്കുകളും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണല്ലോ. അതുമാത്രമല്ല, കേരളത്തിലുടനീളമുള്ളവർ നിലമ്പൂരിൽ വന്ന് നടത്തിയ ക്യാമ്പയിൻ എന്താ, എനിക്ക് നിലമ്പൂരിലൊരു വോട്ടുണ്ടായിരുന്നെങ്കിൽ സ്വരാജിനൊരു വോട്ട് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലുടനീളമുള്ള കുറേ സാംസ്കാരിക നായകർ കേരളത്തിലുണ്ടാകുന്ന യാതൊരു വിധത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇടപെടാതെ എനിക്ക് നിലമ്പൂരിലൊരു വോട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളങ്ങ് വന്ന് ഉണ്ടാക്കാമായിരുന്നു എന്ന് പറഞ്ഞ് നിലമ്പൂരിൽ വന്ന് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത കാഴ്ചയും നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ കുറേയധികം മാധ്യമപ്രവർത്തകർ, ഞാനത് ഏതെങ്കിലും ഒരു മാധ്യമത്തെയോ ഒരു മാധ്യമപ്രവർത്തകനെയോ വ്യക്തിപരമായി പറയുകയല്ല, പക്ഷേ കേരളത്തിലെ കുറേയധികം മാധ്യമപ്രവർത്തകർ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ അമിത പ്രാധാന്യം കൊടുക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ സ്വന്തം നാടാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരൻ്റെ ലേബലിൽ മത്സരിക്കാൻ ഇറങ്ങിയ ഒരു വ്യക്തി സ്വന്തം നാട്ടിൽ തന്നെ പിന്നിൽ പോയി എന്നത് മാത്രമല്ല, അമ്പേ പരാജയപ്പെട്ട സ്ഥിതിവിശേഷവും നമ്മൾ കണ്ടതാണ്. ഇത് UDF-ൻ്റെ കൂട്ടായ ഒരു വിജയമാണ്, ഞങ്ങളുടെ ഒരു ഐക്യത്തിൻ്റെ വിജയമാണ്. അതുമാത്രമല്ല, ഞങ്ങൾ നിലമ്പൂരിൽ അവിടെ നടത്തുന്നൊരു വർക്കിൻ്റെ വിജയമാണ്. ഇപ്പോൾ KPCC ഒക്കെ ആണെങ്കിലും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് വളരെ കൃത്യമായ ഒരു വർക്ക് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വർക്കിൽ സാധാരണ പ്രവർത്തകരും, നമ്മളിപ്പോൾ ഈ സ്ക്രീനിലൊന്നും കാണാത്ത ഒരു കാര്യം അവിടെ ശ്രീ വേണു, നമ്മൾ ഈ സ്ക്രീനിലൊന്നും കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ബൈറ്റുകളൊന്നും കൊടുത്തിട്ടില്ലാത്ത ഒട്ടേറെ നേതാക്കന്മാരും ഒട്ടേറെ പ്രവർത്തകരും കാലങ്ങളായി അവിടെ പണിയെടുത്തതിൻ്റെ വിജയമാണ് നിലമ്പൂരിലുണ്ടായത്. അത് ഭരണവിരുദ്ധ വികാരം ഓരോ വീട്ടിൽ ചെന്നും ഞങ്ങൾക്ക് വോട്ടാക്കി മാറ്റാൻ സാധിച്ചു. UDF-ൻ്റെ ഐക്യത്തിൻ്റെ വിജയമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ മിന്നും വിജയത്തിലേക്ക് വന്നത്. വീണ്ടും പിണറായി 3.0 എന്ന് CPM ക്യാമ്പയിൻ ചെയ്യണം എന്നത് മാത്രമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വൻ വിജയത്തിലേക്ക് 2026-ൽ ഇതിലും മിന്നും വിജയത്തിലേക്ക് ഞങ്ങൾക്ക് വരാൻ സാധിക്കും.